ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് വരുന്നത്. ജസ്റ്റ് ഞാനൊരു അരമണിക്കൂർ ആയതേ ഉള്ളൂ ഫിലിം കണ്ട് കഴിഞ്ഞിട്ട്. ഇത്തിരി നേരം എന്ന് പറയുന്ന ഒരു ഫിലിമിനെ കുറിച്ചാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് വിജയ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജിയോ ബേബിയാണ്, നമ്മുടെ ഡയറക്ടർ ജിയോ ബേബി. കഴിഞ്ഞ ആഴ്ച ഞാൻ അശ്വിന്ത് കോക്കിൻ്റെ ഒരു സിനിമാ നിരൂപണം കണ്ടായിരുന്നു. അതായത് ഈ വർഷത്തെ 2025 രണ്ട് പാർട്ടായിട്ട് പുള്ളി ഒരു മൂവി റിവ്യൂസ് ചെയ്തായിരുന്നു. ഇത്രയും വർഷത്തെ ഉള്ള എല്ലാ മൂവീസും കൂടെ ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു അവലോകനം ചെയ്തായിരുന്നു. ആ അവലോകനത്തിൽ നിന്നാണ് എനിക്ക് പുള്ളി ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇത്തിരി നേരം എന്ന് പറഞ്ഞ പടം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഫിലിമാണ് എന്ന് പുള്ളി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. പുള്ളി കുറേ പടത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയപ്പോൾ തന്നെ എനിക്കൊരു സ്പാർക്ക് അടിച്ചായിരുന്നു. ഇതെന്തായാലും ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിന്ന് കണ്ടത്. ഇത് ഞാനിന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മുമ്പ് ഇത് ആമസോൺ പ്രൈമിലാണ്, പ്രൈം വീഡിയോയിൽ ഇത് വന്ന് കിടക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇത് കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാം. കാരണം കോക്ക് എന്താ പറയുക, നല്ല റിവ്യൂ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കണ്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. കണ്ട് തുടങ്ങി ലാസ്റ്റ് വരെ ഞാൻ എൻഗേജ്ഡ് ആയിട്ട് അത് കണ്ടിരുന്നു കേട്ടോ. ഞാൻ ആ പടത്തിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കടന്നുപോയി. പ്രശാന്ത് വിജയ് ആണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ബ്രില്യൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. റൈറ്റിങ്ങും എല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ നന്ദു ആക്ട് ചെയ്തിട്ടുണ്ട്, റോഷൻ മാത്യു ആക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സെറീൻ ഷിഹാബ് അഭിനയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും നല്ല ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത് തന്നെ. അതായത് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെയാണ് ഈ കഥ ഫുള്ള് തുടരുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇവർ എന്താ പറയുക പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ബോറടിക്കാത്തത്. കാരണം നമ്മൾ ഫ്രെയിം ടു ഫ്രെയിം ഓരോ ദിവസം, അതായത് ഇപ്പോൾ വൈകുന്നേരം തുടങ്ങിയ ഒരു സ്റ്റോറി ആണെങ്കിൽ, ഒരു ഉച്ചയ്ക്ക് വൈകുന്നേരം തുടങ്ങിയ സ്റ്റോറി ആണെങ്കിൽ രാത്രി വരെ എത്തുന്നു, അത് പിന്നെ രാവിലെ ആവുന്നു. അതായത് അത്രയും ഒരു ലെങ്തി ആക്കാതെ, ഇതിനെ വലിച്ചു നീട്ടാതെ അവർ ആ പക്കയായിട്ട് ആ ഫ്രെയിം ബൈ ഫ്രെയിം കറക്റ്റ് ആ ഒരു ഫീൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ പടം കുറച്ചുകൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിലിം മൊത്തവും ഒരു വൈകുന്നേരം ഫുള്ള് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് അവർ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല ബ്രില്യൻ്റ് ആയിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫീൽ എനിക്ക് കിട്ടി. എവിടെയൊക്കെ ഒരു 96 മൂവിയിലെ ഒരു ഫീൽ വരുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് രീതിയിൽ അവർ സ്ക്രിപ്റ്റിനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രിവാൻഡ്രം നടക്കുന്ന ഒരു സംഭവമാക്കി അവർ നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റോഷൻ മാത്യുവിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഹീ ഈസ് സച്ച് എ ബ്രില്യൻ്റ് ആക്ടർ, വെരി ഗുഡ് ആക്ടർ. നല്ല ഡെപ്തായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റോഷൻ മാത്യു എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, സെറീൻ ഷിഹാബ് അവരുടെ ആട്ടം എന്നുള്ള സിനിമയിൽ ഭയങ്കര ബ്രില്യൻ പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. അതേ സെയിം തന്നെയാണ് അവർ ഇതിലും ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടറായിട്ട് അങ്ങ് മാറി അങ്ങ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇതിൽ ട്രിവാൻഡ്രം സ്ലാങ് ആണ് മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നന്ദുവിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം നന്ദു നമുക്ക് എന്താ പറയുക, നല്ല സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. തിരുവനന്തപുരം സ്ലാങ് പുള്ളിക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരിക്കൽ നമ്മൾ മമ്മൂട്ടീനെ പോലെ തന്നെ നല്ല രീതിയിൽ ട്രിവാൻഡ്രം സ്ലാങ് അടിപൊളിയായിട്ട്, സ്ലാങ് നന്നായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നന്ദു എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നന്ദുവും വേറൊരു പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ പയ്യൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ ഒരു കോമഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് കോമഡി എല്ലാം എന്താ പറയുക പിക്കപ്പ് കോമഡീസാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം സംഭവിക്കുന്ന ഒരു കോമഡി ഉണ്ടല്ലോ, വെറും നാച്ചുറലായിട്ട് വന്നിട്ടുള്ള ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും എനിക്ക് ആ ഒരു ഫീല് കിട്ടുകയും ചെയ്തു. അവസാനം തുടക്കം മുതൽ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരും. അതായത് നമ്മുടെ കുറച്ചൊരു ജേർണിയും കൂടെയാണ്, നൈറ്റിലുള്ളൊരു ജേർണിയും കൂടെയാണ്. നമ്മളും അവരെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ ഒരു മൂവിയുടെയും ഒരു ഡയറക്ടറെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതിൽ ഹാൻഡ്സ് ഓഫ് ടു പ്രശാന്ത് വിജയ്. ശരിക്കും ഞാൻ ആ മൂവിയിൽ അങ്ങ് ഇൻവോൾവ് ആയി പോയി കേട്ടോ. ഇൻവോൾവ് ആയിട്ട് മുന്നോട്ട് പോയി. അത് അവസാനം വരെ ഇരുന്ന് കണ്ടു. എനിക്ക് തന്നെ കുറച്ച് ഇമോഷണലായി ഞാൻ അവസാനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇമോഷണൽ വാല്യൂസ് കറക്റ്റായിട്ട് പോർട്രേ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഡെപ്തായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും ചെറിയൊരു ഷോർട്ടായിട്ട് ഞാൻ പറയാം. കാരണം നമ്മൾ ഈ ഹ്യൂമൻ ഇമോഷൻസിനെ കറക്റ്റായിട്ട് അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അതായത് ഇപ്പോൾ പാസ്റ്റ് നടന്ന ഒരു കാര്യം ആ ഒരു എന്താ പറയുക പ്രസൻറ്റിൽ വരുമ്പോൾ ആ സാഹചര്യം എല്ലാം തിരിച്ചു വന്നു. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി പ്രസൻറ്റിലോട്ട് കൊണ്ടുവന്ന് അതിനെ പിന്നെ ഫ്യൂച്ചറിലോട്ടും നമുക്ക് അതിനെക്കുറിച്ച് മറക്കാത്ത രീതിയിൽ അതങ്ങ് എത്തിച്ച് മുന്നോട്ട് പോകുന്ന കണക്കത്തെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അതൊരു ബിഗ് ത്രെഡായിട്ടാണ് അവർ കറക്റ്റായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. റോഷൻ ഓൾവേസ്, എനിക്ക് റോഷനെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ റോഷൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി വിൽ ലീവ് ദ ക്യാരക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ട് റോഷൻ ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്യാൻ ശ്രമിക്കൂ. എന്തായാലും നല്ല സൂപ്പറായിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ
എഡിറ്റിങ്ങും എല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി നല്ല രാത്രിയിൽ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു മനോഹാരിത പക്കയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജിയോ ബേബി അതിൽ ചെറിയൊരു ഓട്ടോ വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിയും നല്ല രസമുണ്ടായിരുന്നു. സോ എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ജിയോ ബേബി ഓൾസോ ഫോർ പ്രൊഡ്യൂസിങ് ദ ഫിലിം. സോ എനിക്കിപ്പോൾ തോന്നുന്നത് തിയേറ്ററിൽ പോയി ഞാൻ കാണേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും വോത്ത് വാച്ചാണ്. കാരണം നമ്മൾ ഒരു മൂവിയിലോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നമ്മളെ കൊണ്ട് ഇത് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കോക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പടം കണ്ടത്. എന്തായാലും താങ്ക്സ് ടു കോക്ക്. എന്തായാലും കോക്ക് പറയുന്നതെല്ലാം കറക്റ്റാണ്. കാരണം കോക്ക് ഏത് സിനിമ അവലോകനം ചെയ്താലും ഞാനത് എന്താ പറയുക, എനിക്കും അത് ആ ഒരു സെയിം ഫീൽ ആവാറുണ്ട്. അപ്പോൾ കോക്ക് പറയുന്നത് കേട്ടാണ് ഞാനും ഫിലിംസ് എല്ലാം കാണുന്നത്. സോ നമുക്ക് ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാനും ഒരു താല്പര്യം ഇല്ലാത്തതാണല്ലോ. സോ നമുക്ക് ആ ഒരു പടം കാണുമ്പോൾ നമുക്കത് പടം എൻ്റർടൈനിങ്ങും ആയിരിക്കണം, നമ്മൾ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യുകയും എല്ലാം വേണമല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനും എല്ലാ പടവും റിവ്യൂ കേട്ടതിന് ശേഷവും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സാഹചര്യങ്ങളുടെ റിവ്യൂസ് എല്ലാം ഗൂഗിളിലും എല്ലാത്തിലും നോക്കിയൊക്കെ കണ്ടിട്ട് നമ്മൾ സിനിമ കാണാൻ നിൽക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ ഈ ഫിലിം കാണുക. കുറച്ചുകൂടെ എമോഷണലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് എൻ്റർടൈനിങ്ങുമാണ്. ഇൻ ബിറ്റ്വീൻ അവർ കോമഡിയൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും ഒരു ജേണിയൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് കൂടെ അത് സഞ്ചരിച്ച് പോകാൻ പറ്റും കേട്ടോ. സോ എന്തായാലും നിങ്ങൾ ഈ പടം നല്ല ആമസോൺ പ്രൈമിലുണ്ട്, നിങ്ങളത് കാണുക, എൻജോയ് ചെയ്യൂ. സോ ഇതേപോലുള്ള നല്ല നല്ല പടങ്ങൾ വരട്ടെ. എന്തായാലും പ്രശാന്ത് വിജയ്ക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല കിഴിവ് ഫിലിമാണ് കേട്ടോ. സോ ഇനി അടുത്തൊരു ഫിലിം റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.